ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ വയലേഷൻ വന്ന അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മെയിൽ എല്ലാം വരും. അതായത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി എന്ന് പറഞ്ഞ്. എന്നാൽ ഇവിടെ മാറ്റം കൊണ്ടുവരികയാണ്. ഇനി ഇങ്ങനെ ഡയറക്റ്റായി നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെറിയ വയലേഷൻ എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കുക ഒരു പുതിയ മെയിൽ എല്ലാം വരും. അതായത് 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആകുമെന്ന് പറഞ്ഞ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായി നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെ ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്പീൽ എല്ലാം കൊടുക്കാൻ സാധിക്കും. നേരത്തെ നമുക്ക് 21 ദിവസം എല്ലാം വേണമായിരുന്നു അപ്പീൽ എല്ലാം കൊടുക്കുന്നതിന്. അതിനുശേഷം അപ്പീൽ റിജക്റ്റ് ആവുകയാണെങ്കിൽ 90 ഡേയ്സിൽ നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് വേണ്ട ചേഞ്ചസ് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി റീഅപ്ലൈ ചെയ്യുകയെല്ലാമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് അവരുടേതല്ലാത്ത കാരണത്താലെല്ലാം തന്നെ മോണിറ്റൈസേഷൻ എല്ലാം ഇങ്ങനെ അബദ്ധവശാലെല്ലാം ഡിസേബിൾ ആകാറുണ്ട്. അതിനാൽ തന്നെ ഇത് വീണ്ടും 21 ദിവസം വെയിറ്റ് ചെയ്ത് ഇത്തരത്തിൽ അപ്പീൽ ചെയ്ത് ഇങ്ങനെയെല്ലാമാണ് നമുക്ക് മോണിറ്റൈസേഷൻ വീണ്ടും എനേബിൾ ആയി കിട്ടിയിരുന്നത്. എന്നാൽ ഇനി ഒരു ചാനലിലും ഇതുപോലെ മോണിറ്റൈസേഷൻ ഡയറക്റ്റായി ഡിസേബിൾ ചെയ്യാതെ നിങ്ങൾക്ക് 7 ദിവസത്തെ ഒരു പീരീഡ് എല്ലാമാണ് അപ്പീൽ ചെയ്യുന്നതിന് ലഭിക്കുന്നത്. അതുപോലെ ഈ ഒരു 7 ദിവസം വരെ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കുന്നതുമില്ല. ഇനി നിങ്ങൾ ഈ 7 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുത്തുവെങ്കിൽ ഈ ഒരു അപ്പീൽ റിവ്യൂവിലായിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യില്ല എന്നും യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്പീൽ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇനി 7 ദിവസത്തിൽ നിങ്ങൾ അപ്പീൽ കൊടുക്കാനെല്ലാം മറന്നുപോയി എങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇത് സസ്പെൻഡ് ആവുകയും അതിനുശേഷം നിങ്ങൾക്ക് 21 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അപ്പീൽ എല്ലാം കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ് ഇത്. ഒരുപാട് പേർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതും അതുപോലെ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു അപ്ഡേറ്റ്, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇൻആക്റ്റീവ് ആയ സർവീസസ് ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒന്നും കുറെ കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു ടാബ് ഒന്നും കാണാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്, ഷോർട്സ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു ടാബ് എല്ലാം നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ആകും. അപ്പോൾ ഇത്തരത്തിൽ ഇത് റിമൂവ് ആകേണ്ട എങ്കിൽ ഈ ഒരു സർവീസ് എല്ലാം തന്നെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എല്ലാം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് നമ്മുടെ ചാനലിൽ ഈ ടാബ് എല്ലാം നിലനിർത്താൻ സാധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.